Measurement of mass. Generally, a common balance which can be used to determine the mass of objects which are commonly available. ബേസിക്കലി നമ്മൾ കോമൺലി അവൈലബിൾ ആയിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെ മാസ് മെഷർ ചെയ്യാനായിട്ട് കോമൺ ബാലൻസ് അല്ലെങ്കിൽ ബീം ബാലൻസ്, കോമൺ ബാലൻസിനെ തന്നെയാണ് നമ്മൾ മറ്റൊരു രീതിയിൽ ബീം ബാലൻസ് എന്നും പറയാറുണ്ട്. അപ്പോൾ കോമൺ ബാലൻസ് ആണ് യൂസ് ചെയ്യാറ്. ഇന്നത്തെ സിറ്റുവേഷനിൽ അത് എല്ലാ ഷോപ്സിലൊക്കെ നമ്മൾ കാണുന്നത് ഇലക്ട്രോണിക് വെയിങ് മെഷീൻസ് ആണ്. പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്നതാണ് കോമൺ ബാലൻസ്. മലയാളത്തിൽ നമ്മൾ ത്രാസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇന്ന് അത് ഇലക്ട്രോണിക് വെയിങ് മെഷീൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഷോപ്സിലൊക്കെ അല്ലെങ്കിൽ ഗ്രോസറി ഷോപ്സിലൊക്കെ ചെല്ലുകയാണെങ്കിൽ നമുക്ക് ഗ്രോസറീസൊക്കെ മെഷർ ചെയ്ത് തരുന്നത് ഇലക്ട്രോണിക് വെയിങ് മെഷീൻസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ജനറലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബേസിക് ഒബ്ജക്ട്സിൻ്റെയൊക്കെ മാസ് മെഷർ ചെയ്യുന്നത് നമ്മൾ കോമൺ ബാലൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് വെയിങ് മെഷീൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാസിനെ എങ്ങനെയാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്ജക്ട്സിൻ്റെ മാസിനെ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്നതാണ്. അപ്പോൾ 1 കിലോഗ്രാം നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. മാസ് ഇസ് എ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആൻഡ് ദ SI യൂണിറ്റ് ഓഫ് മാസ് ഇസ് കിലോഗ്രാം. മാസിനെ നമ്മൾ കിലോഗ്രാമിലാണ് എക്സ്പ്രസ് ചെയ്യാറ്. ഇപ്പോൾ ഒരു ഗ്രോസറി ഷോപ്പിലോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഷോപ്പിലൊക്കെ നമ്മൾ ചെന്നിട്ട് എന്തെങ്കിലും ഗ്രോസറീസ് ഒക്കെ വാങ്ങുകയാണെങ്കിൽ നമ്മൾ കിലോഗ്രാമിലാണ് അതിൻ്റെ മെഷർമെൻറ്റ് ആവശ്യപ്പെടുക, അല്ലേ? അതായത് 1 കിലോഗ്രാം ഷുഗർ, 1 കിലോഗ്രാം ഷുഗർ, 1 കിലോഗ്രാം സോൾട്ട് അല്ലെങ്കിൽ 500 ഗ്രാം സോൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഒരു ഗ്രോസറി ഷോപ്സിൽ ചെന്നിട്ട് ഗ്രോസറീസൊക്കെ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ കിലോഗ്രാമിൽ ആണ് മെയിൻലി നമ്മൾ SI യൂണിറ്റ്, മാസിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാമാണ്. കിലോഗ്രാം മാത്രമല്ല, ഗ്രാമിലെല്ലാം നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. എങ്കിൽ പോലും മാസ് എന്ന് പറയുന്ന ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ SI യൂണിറ്റ് കിലോഗ്രാമാണ്. അപ്പോൾ 1 കിലോഗ്രാം എന്നതിനെ എത്ര എമൗണ്ട് ഓഫ് ഒബ്ജക്റ്റ് ആണ് 1 കിലോഗ്രാം. ഇപ്പം നമ്മൾ ഷോപ്പിലൊക്കെ ചെന്നിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ 1 കിലോഗ്രാം ഷുഗർ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഷുഗർ നമുക്കൊരു പാക്കറ്റിലാക്കിയിട്ട് തരും. അത് 1 കിലോഗ്രാം ആണെന്ന് അതിൻ്റെ പ്രൈസ് ടാഗിൽ കാണും. 1 കിലോഗ്രാം ആണ് അതിൽ പ്രൈസ് ഉണ്ടായിരിക്കും, അല്ലേ? ആ ഒരു പെർട്ടിക്കുലർ പാക്കറ്റിൽ. അപ്പോൾ 1 കിലോഗ്രാം എന്ന് പറഞ്ഞൊരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? അതിന് ഒരു 1 കിലോഗ്രാം എന്ന് പറയുന്ന ആ ഒരു മെഷർമെൻറ്റിന് ഒരു പെർട്ടിക്കുലർ പ്രോട്ടോടൈപ്പ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കിലോഗ്രാം ഈസ് സപ്ലൈഡ് ബൈ ദ ഇൻ്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്. ഇൻ്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സിനെ നമ്മൾ ഷോർട്ട് ഫോം ആക്കിയിട്ട് BIPM എന്ന് പറയും. ബ്യൂറോ ഓഫ് ഇൻ്റർനാഷണൽ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് എന്നതാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ബ്യൂറോ ഓഫ് ഇൻ്റർനാഷണൽ ഡെസ്പോയിറ്റ്സ് ആൻഡ് മെഷേഴ്സ്. അത് ഒരു ഫ്രഞ്ച് നെയിമാണ്. BIPM അതിൻ്റെ ഷോർട്ട് ഫോമാണ്, ഇൻ്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്. അപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കിലോഗ്രാം 1 കിലോഗ്രാം എന്ന് പറയുന്നത് സപ്ലൈ ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ആണ്. ഇനി അത് ആ ഇൻ്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സിൽ മാത്രമല്ല, വിച്ച് ക്യാൻ ബി അവൈലബിൾ ഇൻ മെനി അതർ ലബോറട്ടറീസ് ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ്. പല രാജ്യങ്ങളിലായിട്ടുള്ള ഡിഫറെൻറ്റ് ലബോറട്ടറീസിൽ ഈ 1 കിലോഗ്രാം എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിൻ്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടായിരിക്കും. 1 കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര എമൗണ്ട് ആണ് എന്നതിൻ്റെ ഒരു പെർട്ടിക്കുലർ പ്രോട്ടോടൈപ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇൻ്റർനാഷണലി ആ 1 കിലോഗ്രാം എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കിലോഗ്രാമിൻ്റെ പ്രോട്ടോടൈപ്പ് സപ്ലൈ ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ആണ്. ഇനി ഇന്ത്യ, നമ്മുടെ രാജ്യത്ത് ദിസ് ഈസ് അവൈലബിൾ അറ്റ് ദ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി. നമ്മൾ പറഞ്ഞു ഓരോ ഡിഫറെൻറ്റ് കൺട്രീസിൽ ഈ 1 കിലോഗ്രാം എന്ന് പറയുന്നതിൻ്റെ സ്റ്റാൻഡേർഡ് പ്രോട്ടോടൈപ്പ് പല ലബോറട്ടറീസിലും ആയിട്ട് പല കൺട്രീസിൽ അവൈലബിൾ ആണ്. നമ്മുടെ രാജ്യത്ത്, അതായത് ഇന്ത്യയിൽ, നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി NPL എന്ന് പറയുന്ന ന്യൂഡൽഹിയിലുള്ള നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിലാണ് 1 കിലോഗ്രാം മാസിൻ്റെ പ്രോട്ടോടൈപ്പ് ഉള്ളത്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്ജക്ട്സിനെ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഇനി മാസിനെ നമ്മൾ യൂഷ്വലി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് കിലോഗ്രാം. നമുക്ക് ഒബ്വിയസ്ലി അറിയാം, മാസിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. അപ്പോൾ യൂഷ്വലി ഒബ്ജക്ട്സിൻ്റെ മാസിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് കിലോഗ്രാം ആയിരിക്കും. ഇനി നോർമൽ ഒബ്ജക്ട്സിൻ്റെ കേസിൽ, ബട്ട് ഫോർ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്, വളരെ സ്മോൾ ഒബ്ജക്ട്സിലായ ആറ്റംസിൻ്റെ മോളിക്യൂൾസിൻ്റെ കേസിൽ നമ്മൾ ഈ കിലോഗ്രാമിലല്ല അതിൻ്റെ മാസ് മെഷർ ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാറ്. ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ്. അപ്പോൾ ആറ്റംസിൻ്റെ അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ കേസിൽ മാസ് എക്സ്പ്രസ് ചെയ്യാറ് കിലോഗ്രാമിലല്ല. ഇൻസ്റ്റെഡ് ഓഫ് കിലോഗ്രാം
എന്തിലാണ് എക്സ്പ്രസ് ചെയ്യാറ്? യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ്. ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ് ബൈ സ്മോൾ ലെറ്റർ യു. യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റിനെ നമ്മൾ സ്മോൾ ലെറ്റർ യു എന്ന് പറഞ്ഞാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. അതായത് ഇപ്പോൾ 1 കിലോഗ്രാം, 2 കിലോഗ്രാം, 10 കിലോഗ്രാം എന്നൊക്കെ മാസ് പറയുമല്ലോ നമ്മളൊരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിൻ്റെ. പക്ഷേ ഇൻ കേസ് ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ്, ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ കേസിൽ ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ്. അതിനെ നമ്മൾ സ്മോൾ ലെറ്റർ യു എന്നാണ് അതിൻ്റെ സിമ്പിൾ. അപ്പോൾ സ്മോൾ ലെറ്റർ യു എന്ന് പറഞ്ഞാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ആറ്റത്തിൻ്റെ മാസ് മെഷർമെൻറ്റിൽ അതിൻ്റെ വാല്യൂ, ദാറ്റ് മാഗ്നിറ്റ്യൂഡ് വാല്യൂ വിത്ത് യു. യു എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റിൻ്റെ സിമ്പിളാണ് യു. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ ആറ്റത്തിൻ്റെ മാസ്, അതിൻ്റെ എന്താ പറയുക ന്യൂമറിക്കൽ വാല്യൂനെയാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ യു എന്നും കൂടെ എക്സ്പ്രസ് ചെയ്തിരിക്കും. നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് 10 കിലോഗ്രാം മാസ് എന്ന് പറയുമ്പോൾ 10 കിലോഗ്രാം kg എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യില്ലേ, അതുപോലെ ഒരു ആറ്റത്തിൻ്റെ മോളിക്യൂളിൻ്റെ ഒക്കെ മാസിൻ്റെ കൂടെ യു എന്ന് പറയുന്ന ഒരു സിമ്പിളും കൂടെ ചേർക്കും. അതെന്താണ്? കാരണം ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ പോലെയുള്ള സ്മോൾ പാർട്ടിക്കിൾസിൻ്റെയൊക്കെ നമ്മൾ മാസ് എക്സ്പ്രസ് ചെയ്യുന്നത് യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. ഇനി എന്താണ് 1 യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ് അല്ലെങ്കിൽ 1 യു എന്ന് പറഞ്ഞാൽ അത് എന്തിന് ഇക്വാലൻ്റ് ആണ് എന്നതാണ് പറയുന്നത്. അപ്പോൾ 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇക്വാലൻ്റ് ടു ദ 1/12 ഓഫ് ദ മാസ് ഓഫ് an atom of carbon 12 isotope including the mass of electron. അപ്പോൾ 1 യു എന്ന് പറയുന്നത് 1 യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് അത് എന്തിന് ഇക്വലൻ്റ് ആണ്? കാർബൺ 12 ഐസോടോപ്പിൻ്റെ മാസിനെ 12 മാസിനെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടും. ആ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ ആ കാർബൺ 12 ഐസോടോപ്പിൻ്റെ മാസ് എന്ന് പറയുമ്പോൾ അതിനുള്ളിലുള്ള ഇലക്ട്രോണിൻ്റെ മാസും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടും. അതാണ് എന്തിന് ഇക്വാലൻ്റ്? വിച്ച് ഇസ് ഇക്വാലൻ്റ് ടു 1 യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ്. അപ്പോൾ 1 യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ഇക്വാലൻ്റ് ടു 1/12 of the mass of an atom of carbon 12 isotope including the mass of electron. അപ്പോൾ 1 യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. കാർബൺ 12 ഐസോടോപ്പിനെ, ആ കാർബൺ 12 ഐസോടോപ്പിൻ്റെ കേസ് എടുക്കുമ്പോൾ അതിൽ ആറ്റംസും മോളിക്യൂൾസും മാത്രമല്ല അതിൻ്റെ ഇലക്ട്രോൺ ഇൻക്ലൂഡിങ് ദ മാസ് ഓഫ് ഇലക്ട്രോൺസിൻ്റെ മാസും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അതിനെ ജനറലൈസ് ചെയ്യുന്നത്. അപ്പോൾ കാർബൺ 12 ഐസോടോപ്പിൻ്റെ മാസിനെ 1/12 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പെർട്ടിക്കുലർ വാല്യൂ എന്തിന് ഇക്വലൻ്റ് ആയിരിക്കും? വിച്ച് മസ്റ്റ് ബി ഇക്വാലൻ്റ് ടു 1 യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ്. ഓക്കെ, അപ്പോൾ മാസിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. ഇൻ കേസ് ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ്. ഇനി 1 യു എന്ന് പറയുന്നതിൻ്റെ വാല്യൂ, 1 യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.66 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം. 1 യു, 1 അറ്റോമിക് മാസ് യൂണിറ്റ് മസ്റ്റ് ബി ഇക്വാലൻ്റ് ടു 1.66 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ പറഞ്ഞു ആറ്റംസിൻ്റെ മോളിക്യൂൾസിൻ്റെ മാസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റിലാണ്. ഇനി നമ്മൾ പറഞ്ഞു കോമൺലി അവൈലബിൾ ആയിട്ടുള്ള കോമൺ ഒബ്ജക്ട്സിൻ്റെ നമ്മൾ മാസ് മെഷർ ചെയ്യുന്നത് കോമൺ ബാലൻസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ മാസ് ഓഫ് കോമൺലി അവൈലബിൾ ഒബ്ജക്ട്സ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ എ കോമൺ ബാലൻസ് ലൈക്ക് ദ വൺ യൂസ്ഡ് ഇൻ എ ഗ്രോസറി ഷോപ്സിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ഏകദേശം ഒരു കോമൺ ബാലൻസിനെയാണ് ഇവിടെ അതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കോമൺലി അവൈലബിൾ ആയിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെ മാസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ജനറലി കോമൺ ബാലൻസ് ആണ്. ഇന്നത്തെ കാലത്ത് പക്ഷേ ഗ്രോസറി ഷോപ്സിലൊക്കെ ഇതിൻ്റെ ഇലക്ട്രോണിക്സ് ഇതിൻ്റെ ഇങ്ങനെ ഒരു രൂപത്തിലായിരിക്കില്ല. ഇന്നത്തെ കാലത്തെല്ലാം അത് ഇലക്ട്രോണിക് വെയിങ് മെഷീൻസ് ആയിട്ടാണ് കാണുക. ഡിജിറ്റലൈസ്ഡ് ആണ്. അതായത് ഇതിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ഇതിൽ കണ്ടോ ഒരു പാനിൽ 2 പാൻസ് ഉണ്ട്. 2 സൈഡിലായിട്ട് 2 പാൻ ഒരു സ്ട്രിങ്ങിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു പാനിൽ നമ്മൾ എന്താണോ മെഷർ ചെയ്യേണ്ടത് ആ ഒബ്ജക്ട്സിനെ വെക്കും. മറ്റേ സൈഡിലുള്ള പാനിൽ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ് ആഡ് ചെയ്യും. എന്നിട്ട് രണ്ടും കൂടി ഈക്വലായിട്ട് നിൽക്കുമ്പോൾ, അതായത് ഈക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ഒരു പൊസിഷനിലാണ്. അപ്പോൾ 1 കിലോഗ്രാം ആണെന്ന് പറയുകയാണെങ്കിൽ 1 കിലോഗ്രാം വെയിറ്റ് നമ്മൾ രണ്ടാമത്തെ പാനിൽ വെക്കും. അപ്പോൾ ഒബ്ജക്ട്സ് വെച്ചിരിക്കുന്ന ആ ഒരു
ലൈനിലേക്ക് നമ്മൾ രണ്ടും ഈക്വൽ, അതായത് സ്റ്റഡി ആയിട്ട് രണ്ടും നിൽക്കുന്നത് വരെ ഒബ്ജക്ട്സിനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് 1 കിലോഗ്രാം അല്ലെങ്കിൽ എത്രയാണോ നമുക്ക് മെഷർ ചെയ്യേണ്ട ആ റിക്വയർഡ് എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്തെടുത്തിരുന്നത് പണ്ട് ഈ കോമൺ ബാലൻസ് യൂസ് ചെയ്തത്. ഇന്നത്തെ കാലത്ത് ഡിജിറ്റലൈസ് ചെയ്തു, ഇലക്ട്രോണിക് വെയിങ് മെഷീൻസ് ആയി, അപ്പോൾ കുറച്ചും കൂടി ഈസി ആയി മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ കോമൺലി യൂസ്ഡ് ഒബ്ജക്ട്സിൻ്റെ കേസാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ ഇനി ലാർജ് മാസസ് ആണെങ്കിൽ ഇൻ ദ കേസ് ഓഫ് പ്ലാനറ്റ്സ്, ലാർജ് മാസസ് സച്ച് ഓഫ് പ്ലാനറ്റ്, സ്റ്റാർസ് എക്സിട്ര, അപ്പോൾ പ്ലാനറ്റ്സിൻ്റെ അല്ലെങ്കിൽ സ്റ്റാർസിൻ്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് ഒബ്ജക്ട്സിൻ്റെ മാസ് മെഷർ ചെയ്യുന്നത്? അപ്പോൾ ലാർജ് മാസസ് സച്ച് ആസ് പ്ലാനറ്റ്സ്, സ്റ്റാർസ്, comets, etc. can be measured using gravitational method. അതിനെ അപ്പോൾ ലാർജ് മാസസ് ആയിട്ടുള്ള പ്ലാനറ്റ്സിൻ്റെ, സ്റ്റാർസിൻ്റെ, കോമറ്റ്സിൻ്റെ ഒക്കെ നമ്മൾ മാസ് മെഷർ ചെയ്യാൻ നമുക്ക് നേരിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു വെയിങ് മെഷീൻസ് അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻറ്റ് യൂസ് ചെയ്ത്, ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്ത് നമുക്ക് മെഷർമെൻറ്റ് പോസിബിൾ അല്ല. അപ്പോൾ അത്തരത്തിലുള്ള കേസസിൽ നമ്മളൊരു ജോമെട്രിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ഒരു തിയററ്റിക്കൽ മെത്തേഡാണ് നമ്മൾ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെയാണ് ഗ്രാവിറ്റേഷണൽ മെത്തേഡ് എന്ന് പറയുന്നത്. It can be based on Newton's law of gravitation. ന്യൂട്ടൻ്റെ ലോ ഓഫ് ഗ്രാവിറ്റേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഗ്രാവിറ്റേഷണൽ മെത്തേഡിലെ തിയറി എന്ന് പറയുന്നത്. ന്യൂട്ടൻ്റെ ലോ ഓഫ് ഗ്രാവിറ്റേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പ്ലാനറ്റ്സിൻ്റെ, സ്റ്റാർസിൻ്റെ, കോമറ്റ്സിൻ്റെ ഒക്കെ മാസ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ നേരിട്ടുള്ള മെഷർമെൻറ്റ് നമുക്ക് പോസിബിൾ അല്ല. അത്തരത്തിലുള്ള കേസിൽ നമ്മൾ ഗ്രാവിറ്റേഷണൽ മെത്തേഡ് എന്ന് പറയുന്ന ഒരു തിയററ്റിക്കൽ മെത്തേഡാണ് അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. Okay, large masses in the universe like planets, stars, etc. based on Newton's law of gravitation can be measured by using gravitational method. Measurement of larger objects like universe, planets, stars, black holes, then comets ഒക്കെ മെഷർ ചെയ്യാനായിട്ട്, മാസ് മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലാർജർ ഒബ്ജക്ട്സിൻ്റെ കേസ് പറഞ്ഞു, സ്മോളർ ഒബ്ജക്ട്സ് അതായത് കോമൺലി യൂസ്ഡ് ഒബ്ജക്ട്സിൻ്റെ കേസ് പറഞ്ഞു. ഇനി വളരെ സ്മോൾ മാസസ് ആണെങ്കിൽ, അതായത് അറ്റോമിക്, സബറ്റോമിക് പാർട്ടിക്കിളിൻ്റെ കേസിൽ മാസ് മെഷർമെൻറ്റിന് വേണ്ടി നമ്മൾ മാസ് സ്പെക്ട്രോഗ്രാഫ് എന്ന് പറയുന്നൊരു എക്യുപ്മെൻ്റാണ് യൂസ് ചെയ്യുന്നത് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് സ്മോൾ മാസസ്. The small masses of atomic and subatomic particles are measured by using mass spectrograph and is conveniently expressed in unified atomic mass unit. നമ്മൾ ഒബ്വിയസ്ലി പറഞ്ഞു ഈ സ്മോൾ മാസസ്, ആറ്റത്തിൻ്റെ, സബറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ, അറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ ഒക്കെ മാസിനെ നമ്മൾ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിന് പറയുന്ന പേരാണ് മാസ് സ്പെക്ട്രോഗ്രാഫ്. അതൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിൻ്റെ പിക്ചറാണ് ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്, മാസ് സ്പെക്ട്രോഗ്രാഫിൻ്റെ പിക്ചർ. അതിലെങ്ങനെയാണ് അത് വർക്ക് ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു പിക്ചറൈസേഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആ മാസ് സ്പെക്ട്രോഗ്രാഫാണ് നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്നത്, ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ അതിലെങ്ങനെയാണ് നമ്മൾ മോളിക്യൂൾസിൻ്റെ അല്ലെങ്കിൽ അറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ എല്ലാം മാസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നത് എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ മാസ് സ്പെക്ട്രോഗ്രാഫ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്മോൾ പാർട്ടിക്കിൾസ് ലൈക്ക് അറ്റോമിക്, സബറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെയൊക്കെ മാസ് മെഷർ ചെയ്യുന്നത്. ഇനി അതെങ്ങനെയാണ് മെഷർ ചെയ്തതിന് ശേഷം ആ മാഗ്നിറ്റ്യൂഡ് വാല്യൂനെ, അതായത് ആ മെഷേർഡ് വാല്യൂനെ നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ആൻഡ് ദാറ്റ് മെഷേർഡ് വാല്യൂ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ്. യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റിലാണ് നമ്മൾ മെഷർ ചെയ്തിട്ടുള്ള എക്സ്പ്രസ്ഡ് വാല്യൂനെ, മെഷേർഡ് വാല്യൂനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. Okay, അപ്പോൾ for small masses of such as atomic, subatomic particles are measured by using mass spectrograph and the measured value can be expressed in unified atomic mass units. Okay, then range of masses. നമ്മൾക്ക് ഏതൊക്കെ റേഞ്ച് ഓഫ് മാസസ്, എവിടെ തൊട്ട് എവിടെ വരെ നമുക്ക് മെഷർമെൻറ്റ് പോസിബിളാണ്? എത്ര ചെറിയ മാസിൻ്റെ ഏത് ചെറിയ വാല്യൂ തൊട്ട് ഏത് ഹയർ വാല്യൂ വരെ? റേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് എവിടെ തൊട്ട് എവിടെ വരെ നമുക്ക് മെഷർമെൻറ്റ് പോസിബിളാണ്? ഇപ്പോൾ ഒരു സ്കെയിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെറിയ സ്കെയിൽ, സ്മോൾ സ്കെയിൽസ് നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ചെറിയ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 15 സെൻറ്റിമീറ്റർ സ്കെയിലാണ്. അപ്പോൾ ആ ഒരു ചെറിയ സ്കെയിൽ യൂസ് ചെയ്ത് നമുക്ക് മെഷർ ചെയ്യാവുന്ന മാക്സിമം വാല്യൂ 15 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 0.1 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അതുപോലെ മാസിനും റേഞ്ച് ഓഫ് മാസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്, എവിടെ തൊട്ട് എവിടെ വരെ നമുക്ക് മെഷർമെൻറ്റ് പോസിബിൾ ആണ്. And the masses of objects we come across in the universe vary over a very wide range.
This may vary from tiny masses of the order of 10 raised to minus 30 kilogram of electron. ഏറ്റവും സ്മോൾ മാസ് മെഷർ ചെയ്യാൻ പറ്റിയിട്ടുള്ള, ഇതുവരെ മെഷർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും സ്മോൾ മാസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ മാസ്സാണ്. ഇറ്റ് ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് വിച്ച് ഈസ് ഇൻ ദ ഓർഡർ ഓഫ് 10 raised to minus 30 kilogram. ആൻഡ് ഹ്യൂജ് മാസ് ടു ദ ഹ്യൂജ് മാസ്. ഇനി ഏറ്റവും വലിയ മാസ് ഗ്രേറ്റർ, നമ്മളെ ഏറ്റവും ഹയർ മാസ്സായിട്ട് മെഷർ ചെയ്തിരിക്കുന്നത് യൂണിവേഴ്സിൻ്റെ മാസ്സാണ്. ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദ ഓർഡർ ഓഫ് 10 raised to 55 kilogram. അപ്പോൾ ഏറ്റവും സ്മോളർ മാസ്സായിട്ട് മെഷർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ മാസ്സാണ്. ഇറ്റ് ഈസ് ഇൻ ദ ഓർഡർ ഓഫ് 10 raised to minus 30 kilogram. ഇനി ഏറ്റവും ഹയർ റേഞ്ചിൽ വരുന്നത് മെഷർ ചെയ്തിരിക്കുന്ന യൂണിവേഴ്സിൻ്റെ മാസ്സാണ്. ഇറ്റ് ഈസ് ഇൻ ദ ഓർഡർ ഓഫ് 10 raised to 55 kilogram. അപ്പോൾ ഒബ്സർവബിൾ യൂണിവേഴ്സിൻ്റെ മാസ് ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഓർഡർ ഓഫ് 10 raised to 55 kilogram. എർത്തിൻ്റെ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ദ ഓർഡർ ഓഫ് 10 raised to 25 kilogram. ആൻഡ് സണ്ണിൻ്റെ കേസിലാണെങ്കിൽ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ദ ഓർഡർ ഓഫ് 10 raised to 30 kilogram. ദെൻ ഗാലക്സി, നമ്മുടെ ഗാലക്സി മിൽക്കി വേ ആണ്. അപ്പോൾ ഗാലക്സിയുടെ മാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ദ ഓർഡർ ഓഫ് 10 raised to 41 kilogram. ഓക്കെ, അപ്പോൾ ഒബ്ജക്ട്സിൻ്റെ മാസിന് ജസ്റ്റ് ഇതൊന്ന് പറയാൻ ചെറിയൊരു ഒരു പിക്ചർ, അതായത് ഏറ്റവും ചെറിയ ഒബ്ജക്റ്റ് നിന്ന് വലിയ ഒബ്ജക്റ്റ് വരെ റേഞ്ച് ഓഫ് മാസിനെ പിക്ചറൈസ് ചെയ്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ചെറിയ ഒരു ഒബ്ജക്ട്സ്, അതായത് ഒരു ഇൻസെക്ട്സ് ഉണ്ട്. ഇൻസെക്ട്സ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അപ്പോൾ നമ്മൾ ഒരു കൊതു കടിക്കുന്നു എന്ന് പറയുന്ന പോലെ, മൊസ്കിറ്റോസ് കടിക്കുന്ന പോലെ, അതെന്ന് പറയാൻ മൊസ്കിറ്റോസ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഇൻസെക്റ്റ് അല്ലേ. അപ്പോൾ അതിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ വളരെ സ്മോളാണ്. ദെൻ അത് തൊട്ട് യൂണിവേഴ്സ്, അത് ഏറ്റവും ഹയർ മാസ് കാണിക്കുന്ന യൂണിവേഴ്സ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മാസ്, ബാക്കി വരുന്ന ഒബ്ജക്ട്സിൻ്റെ മാസ് എല്ലാം വാരി ചെയ്യുന്നു. ആദ്യം കാണിച്ചിരിക്കുന്ന ഒരു മൊസ്കിറ്റോൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ വളരെ സ്മോളറാണ്. ദെൻ ഒരു ആപ്പിളിൻ്റെ മാസ് മൊസ്കിറ്റോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലാർജറാണ്. ദെൻ ഒരു കാറിൻ്റെ മാസ് ആപ്പിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ്. ദെൻ ഒരു എയറോപ്ലെയിൻ, കാറിൻ്റെ മാസിനേക്കാളും ഒബ്വിയസ്ലി കൂടുതലാണ് എയറോപ്ലെയിൻ്റെ മാസ്. ദെൻ എർത്ത്. ഇപ്പോൾ എയറോപ്ലെയിൻ്റെ മാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാം എന്താണ്, എർത്തിൻ്റെ മാസ് വളരെ കൂടുതലാണ്. ദെൻ എർത്തിൻ്റെ മാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യൂണിവേഴ്സിൻ്റെ മാസ് എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു ചെറിയൊരു പിക്ചറൈസേഷനാണ് മാസിൻ്റെ റേഞ്ചിനെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് മെഷർമെൻറ്റ് ഓഫ് ടൈം. ടൈമിനെ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ടു മെഷർ ടൈം? നമ്മൾ എന്തൊക്കെ മെത്തേഡ്സ് ആണ് ടൈമിനെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, അതുപോലെ ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടൈമിനെ മെഷർ ചെയ്യുന്നത്? ഒബ്വിയസ്ലി വി നീഡ് എ ക്ലോക്ക് ടു മെഷർ എനി ടൈം ഇൻറ്റർവെൽ. നമുക്കറിയാം ഏത് ടൈമായാലും നമുക്കത് മെഷർ ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി എന്ത് വേണം? ഒരു ക്ലോക്കാണ് വേണ്ടത് അല്ലേ. ക്ലോക്കിൽ നിന്ന് ഇപ്പം എല്ലാവരുടെ വീടുകളിൽ ഉണ്ടായിരിക്കും ക്ലോക്ക്സ് ഉണ്ട്. നമ്മൾ ടൈം മെഷർമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ക്ലോക്കാണ്, അല്ലെങ്കിൽ വാച്ചസ് ആണ് അല്ലേ. നമ്മൾ എല്ലാവരും എന്താ പറയുക, നമ്മൾ യൂസ് ചെയ്യുന്ന വാച്ചസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാച്ചസ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അതായത് ഇപ്പോൾ മാസിൻ്റെ കേസിൽ പോലെ തന്നെ ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്ത് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിൽ ഒരു 1 കിലോഗ്രാമിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ്, 1 കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര എമൗണ്ട് ഓഫ് ഒബ്ജക്ട്സ് ആണ്, അല്ലെങ്കിൽ എത്രയാണ് അതിൻ്റെ മെഷർമെൻറ്റ്, 1 കിലോഗ്രാം ഇക്വാലൻ ടു 1 കിലോഗ്രാം എന്നുള്ളതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി, ന്യൂഡൽഹിയിലുള്ള നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിലുണ്ട്. അതുപോലെ ടൈമിൻ്റെ കേസിൽ എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? അപ്പോൾ അറ്റോമിക് ക്ലോക്സ് ആണ് നമ്മൾ ടൈമിനെ മെഷർമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അറ്റോമിക് ക്ലോക്സ് യൂസസ് ദ പീരിയോഡിക് വൈബ്രേഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സീസിയം ആറ്റം. നിങ്ങൾ ചെറിയ ക്ലാസ്സസിലൊക്കെ പീരിയോഡിക് ടേബിൾസ് പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ഈ പീരിയോഡിക് ടേബിളിൽ വരുന്ന ഒരു എലമെൻ്റാണ് സീസിയം എന്ന് പറയുന്ന ഒരു എലമെൻ്റാണ് സീസിയം ആറ്റം. അപ്പോൾ ഒരു സീസിയം ആറ്റത്തിൻ്റെ പീരിയോഡിക് വൈബ്രേഷൻസ്, ഒരു സീസിയം ആറ്റം എന്ന് പറയുന്നത് ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലാണ്, അല്ലെങ്കിൽ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എന്നല്ല, എലമെൻ്റാണ്, റേഡിയോ ആക്റ്റീവ് എലമെൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ നിന്ന് റേഡിയേഷൻസ് പുറത്ത് വന്നുകൊണ്ടിരിക്കും അല്ലേ. നിങ്ങൾ ഒബ്വിയസ്ലി പഠിച്ചിട്ടുണ്ടാവും പല റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സിൻ്റെ കേസിൽ യുറാനിയം, ഇപ്പോൾ നമ്മൾ ന്യൂക്ലിയർ റിയാക്ടേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്ന യുറാനിയം, അതേമാതിരി അങ്ങനത്തെ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിനെയൊക്കെ പറ്റിയിട്ട് നിങ്ങളൊക്കെ ഫെമിലിയർ ആയിരിക്കും. അതുപോലെയുള്ള ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻ്റാണ് സീസിയം. നിങ്ങൾ പീരിയോഡിക് ടേബിൾസൊക്കെ 9th-ലും 10th-ലും ഒക്കെ കെമിസ്ട്രിയിൽ പഠിക്കുന്നതാണ്. അതിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അത് ഫെമിലിയർ ആയിട്ടുള്ളൊരു എലമെൻ്റാണ് സീസിയം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സീസിയം ആറ്റത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സീസിയം ആറ്റത്തിൽ നിന്നുള്ള പീരിയോഡിക് വൈബ്രേഷൻ, ഈ പീരിയോഡിക് വൈബ്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻറ്റിൽ നിന്ന് പുറത്തേക്ക് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു അറ്റോമിക് ക്ലോക്കാണ് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് നമ്മൾ ടൈം മെഷർമെൻറ്റിന്
ഒക്കെ ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള ക്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? അറ്റോമിക് ക്ലോക്കാണ്. അറ്റോമിക് ക്ലോക്കിന് എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പീരിയോഡിക് വൈബ്രേഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ എ സീസിയം ആറ്റം. സീസിയം ആറ്റത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിൻ്റെ റേഡിയേഷൻസ്, റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് ആയതുകൊണ്ട് ഒബ്വിയസ്ലി റേഡിയേഷൻസ് പുറത്തേക്ക് എമിറ്റ് ചെയ്യും. അതിൻ്റെ ആ പീരിയോഡിക് വൈബ്രേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് അറ്റോമിക് ക്ലോക്ക്സ് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ നാഷണൽ സ്റ്റാൻഡേർഡ്സ്. ഇതാണ് നാഷണൽ സ്റ്റാൻഡേർഡായിട്ട്, ടൈമിൻ്റെ സ്റ്റാൻഡേർഡ് ടൈമായിട്ട് നമ്മൾ അറ്റോമിക് ക്ലോക്ക്സ് ആണ് യൂസ് ചെയ്യുക. കോൾഡ് ആസ് അറ്റോമിക് സ്റ്റാൻഡേർഡ് ഓഫ് ടൈം. അപ്പോൾ ഈ അറ്റോമിക് ക്ലോക്കിനെ അല്ലെങ്കിൽ CCM ക്ലോക്കിനെ, അറ്റോമിക് ക്ലോക്ക് ഈസ് ഓൾസോ നോൺ ആസ് CCM ക്ലോക്ക്. കാരണം അത് CCM ആറ്റത്തിൻ്റെ വൈബ്രേഷനെ ബേസ് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് CCM ക്ലോക്ക്. അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ നാഷണൽ സ്റ്റാൻഡേർഡ്സ്. നമ്മൾ പറഞ്ഞല്ലോ എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് ടൈം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കിലോഗ്രാമിന് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡൈസ് ടൈമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് CCM ക്ലോക്ക് അല്ലെങ്കിൽ അറ്റോമിക് ക്ലോക്കാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഒബ്വിയസ്ലി എന്തുകൂടെ പറയും? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അറ്റോമിക് സ്റ്റാൻഡേർഡ് ഓഫ് ടൈം. It is used in the national standards called as atomic standard of time. Such standards are available in many laboratories. നമ്മൾ പറഞ്ഞു ഓരോ രാജ്യത്തിലും ഡിഫറെൻറ്റ് കൺട്രീസിലുള്ള ഡിഫറെൻറ്റ് റിസർച്ച് ലബോറട്ടറീസിലൊക്കെ ഈ CCM ക്ലോക്ക്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് ആണ് CCM എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ പറഞ്ഞു ആ CCM ആറ്റത്തിൽ നിന്ന് പുറത്തേക്ക് വൈബ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസ് അല്ലെങ്കിൽ വൈബ്രേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് CCM ക്ലോക്ക്, അറ്റോമിക് ക്ലോക്ക് വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ വൈബ്രേഷൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ദാറ്റ്സ് the vibrations of CCM atom regulate the rate of the CCM atomic clock, just as the vibrations of a balance wheel regulate in an ordinary wristwatch. നമ്മുടെ സാധാരണ നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന റിസ്റ്റ് വാച്ചസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ക്വാർട്സ് ക്രിസ്റ്റൽ റിസ്റ്റ് വാച്ചസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വാച്ചസിലൊക്കെ വരുന്ന വൈബ്രേഷൻസ്, ഓരോ വൈബ്രേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതനുസരിച്ചല്ലേ അതിലെന്ത് വരുന്ന ടൈമിൽ ചേഞ്ചസ് വരുന്നത്. അതുപോലെ തന്നെ അപ്പോൾ CCM ക്ലോക്കിൽ വരുന്ന ആ വൈബ്രേഷൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? It is similar to the vibrations produced in a wristwatch. Ordinary wristwatchൽ എങ്ങനെയാണോ ടൈം ചേഞ്ച് ചെയ്യുന്ന വൈബ്രേഷൻസ് അതുപോലെ തന്നെയാണ് CCM ക്ലോക്കിൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒബ്വിയസ്ലി നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന റിസ്റ്റ് വാച്ചസിലൊക്കെ ക്വാർട്സ് ക്രിസ്റ്റൽസ് ആണ് എന്ത് ചെയ്യുന്നത്? വൈബ്രേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ വൈബ്രേഷൻ അനുസരിച്ചാണ് എന്ത് മാറുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ക്ലോക്കിലായാലും വാച്ചിലായാലും 2 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടായിരിക്കും, പോയിൻറ്റേഴ്സ്. ആ പോയിൻറ്റേഴ്സിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് വരുന്നത്? ഈ വൈബ്രേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈബ്രേഷൻ അനുസരിച്ചാണ് ആ പോയിൻറ്റേഴ്സ് മാറിക്കൊണ്ടിരിക്കുന്നത്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പൊസിഷൻസ്. അതിനനുസരിച്ചാണ് ടൈം മാറുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന റിസ്റ്റ് വാച്ചിൽ എങ്ങനെയാണോ വൈബ്രേഷൻസിനനുസരിച്ച് പോയിൻറ്റേഴ്സ് ടൈം ചേഞ്ച് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് CCM ക്ലോക്കിൽ CCM ആറ്റത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന റേഡിയേഷൻസ് അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈബ്രേഷൻസ് അനുസരിച്ച് ടൈം മാറുന്നത്, ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഒബ്വിയസ്ലി ഓരോ പ്രോട്ടോടൈപ്സ്, ഇപ്പോൾ മാസിൻ്റെ കേസിൽ 1 കിലോഗ്രാം ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ടൈമായിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നത് CCM അല്ലെങ്കിൽ അറ്റോമിക് ക്ലോക്കാണ്. നമ്മുടെ ഇന്ത്യയിലും നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിൽ, നേരത്തെ പറഞ്ഞു മാസിൻ്റെ കേസിൽ അതുപോലെ തന്നെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിലാണ് നമ്മൾ ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞ ഇന്ത്യയിൽ എങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ത്യയിലുള്ള ഏത് സ്ഥലത്ത് പോയാലും സെയിം ടൈമാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണേ അല്ലേ. അതായത് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ തൃശ്ശൂരാണ്, അപ്പോൾ തൃശ്ശൂരിൽ ഇപ്പോൾ എത്രയാണ്? തൃശ്ശൂരിൽ ഇപ്പോൾ ഒരു എന്താ പറയുക 8 മണിയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ മേ ബി ജമ്മു കാശ്മീരിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ പോവുകയാണെങ്കിൽ അവിടെയും സമയം എന്ത് തന്നെയായിരിക്കും? 8 മണി തന്നെയായിരിക്കും അല്ലേ, 8 o'clock തന്നെയായിരിക്കും. അതെന്ന് പറയുന്നത് ഇന്ത്യയിലൊക്കെ എന്താണ് ഒരു സിംഗിൾ ടൈം പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇന്ത്യയിൽ. അതേസമയം അമേരിക്കയിൽ, ഫോർ എക്സാമ്പിൾ അമേരിക്ക നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ 8 o'clock ആണെങ്കിൽ അല്ലെങ്കിൽ 8 PM ആണെങ്കിൽ അമേരിക്കയിൽ ചിലപ്പോൾ അത് 8 PM അല്ല, വേറൊരു ഡിഫറെൻറ്റ് ടൈം ആയിരിക്കും വരിക. അപ്പോൾ അവർ ഫോളോ ചെയ്യുന്നത് വേറൊരു ടൈം പാറ്റേൺ ആണ്, പക്ഷേ നമ്മുടെ അവിടെ ഫോളോ ചെയ്യുന്നത് വേറൊരു ടൈം പാറ്റേൺ ആണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൽ, അതായത് ഇന്ത്യയിൽ ടൈം പാറ്റേൺ ഫോളോ ചെയ്യുന്ന ടൈം പാറ്റേൺ എന്ന് പറയുന്നത് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിൽ ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് CCM അറ്റോമിക് ക്ലോക്ക്സ് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിലുണ്ട് ന്യൂഡൽഹിയിൽ. അതിനനുസരിച്ചാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ CCM ക്ലോക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ടൈം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. In our country, the NPL means National Physical Laboratory, has the responsibility of the maintenance of the improvement of physical standards.
ഇൻക്ലൂഡിങ് ദാറ്റ് ഓഫ് ടൈം, ഫ്രീക്വൻസി എക്സെട്ര. അപ്പോൾ നമ്മൾ പറഞ്ഞു മാസിൻ്റെ കേസിൽ 1 കിലോഗ്രാമിൻ്റെ പ്രോട്ടോടൈപ്പ് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിലുണ്ട്. അതുപോലെ തന്നെ ടൈമിൻ്റെയും പ്രോട്ടോടൈപ്പ് ആയത് എന്താണ്, CCM അറ്റോമിക് ക്ലോക്കാണ്. ആ CCM അറ്റോമിക് ക്ലോക്ക് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം മെയിൻറ്റെയിൻ ചെയ്യുന്നത് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിക്കാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഉള്ളത്. നോട്ട് അപ്പോൾ ഈ CCM അറ്റോമിക് ക്ലോക്കിനെ നാഷണൽ ലബോറട്ടറി ഫിസിക്കൽ ലബോറട്ടറിയിലുള്ള CCM അറ്റോമിക് ക്ലോക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇൻ ഇന്ത്യ ദ സ്റ്റാൻഡേർഡ് ടൈം ഈസ് ഓത്തറൈസ്ഡ് ബൈ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി ഇൻ ന്യൂഡൽഹി. 4 CCM ക്ലോക്സ് ആർ യൂസ്ഡ് in order to maintain the standard time of India. അപ്പോൾ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം മെയിൻറ്റെയിൻ ചെയ്യുന്നത് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിലുള്ള ആ CCM ക്ലോക്കിനെ ബേസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിൽ, ഡൽഹിയിലുള്ള നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിൽ 4 CCM ക്ലോക്സ് ആണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ റേഞ്ച് ഓഫ് ടൈം. Time varies drastically at both macroscopic and microscopic level. എന്താണ് മാക്രോസ്കോപ്പിക് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് ലെവൽ എന്ന് പറയുന്നത്? മാക്രോസ്കോപ്പിക് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ജനറലി നമ്മൾ മാക്രോസ്കോപ്പിക് ലെവൽ എന്ന് പറഞ്ഞാൽ മാക്രോസ്കോപ്പിക് ലെവൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു ജനറൽ ആയിട്ടാണ് ജനറലി നമ്മളതിനെ എക്സ്പ്രസ് ചെയ്യുകയാണ്. അതേസമയം മൈക്രോസ്കോപ്പിക് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്രോസ്കോപ്പിക് ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു മൈന്യൂട്ട് ലെവലിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താ, ഒരു പ്രോസസ്സ് നടക്കുകയാണെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു പ്രോസസ്സ് നടക്കുന്നു. ആ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ നമുക്ക് ജനറലി പറയാം, ഇപ്പോൾ ഒരു ടെമ്പറേച്ചർ, ഇപ്പോൾ ഇന്നത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 32 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിച്ചോളൂ. നമ്മളൊരു 32 ഡിഗ്രി സെൽഷ്യസ് നമ്മളൊരു സ്റ്റാൻഡേർഡ്, അതായത് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ നമ്മൾ തെർമോമീറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. തെർമോമീറ്റർ യൂസ് ചെയ്ത് 32 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ജനറലി നമുക്ക് പറയാം 32 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ എന്ന് പറയുകയാണെങ്കിൽ ഇത്ര 32 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്നത്തെ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ. അതെന്തുകൊണ്ടാണ്? മേ ബി ചൂട് കൂടുതലായിരിക്കാം അല്ലെങ്കിൽ ചൂട് കുറവായിരിക്കാം. ഇന്ന കാരണം കൊണ്ടാണ് ഇങ്ങനെ ടെമ്പറേച്ചർ ലെവൽ റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ലെവൽ ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം എന്നൊക്കെ നമ്മൾ പറയും. ജനറലി നമുക്ക് പറയാം ഇന്നൊക്കെ റീസൺസ് കൊണ്ടാണ്. അതേസമയം നമ്മൾ വളരെ മൈന്യൂട്ടായിട്ട് അത് പറയുകയാണെങ്കിൽ എന്താ, ഇന്ന കാരണം, അതായത് ഇപ്പോൾ മൈക്രോസ്കോപ്പിക് ലെവൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മോളിക്കുലാർ ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ ജനറലി പറയാറുണ്ട് ആറ്റംസിന് അല്ലെങ്കിൽ മോളിക്യൂൾസിന്, ഏതൊരു ഒബ്ജക്റ്റ് ആയാലും ആറ്റംസ് മോളിക്യൂൾസ് ഒക്കെ, ആ ആറ്റംസിന് മോളിക്യൂൾസിന് ഇന്ന ചേഞ്ചസ് വന്നതുകൊണ്ടാണ് ഇന്നത് വന്നത്, ഇന്നൊരു റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം എന്ന് നമ്മൾ പറയില്ല. അപ്പോൾ ആറ്റംസിൻ്റെ മോളിക്യൂൾസിൻ്റെ കേസിൽ ആദ്യം നമ്മൾ ജനറലി പറഞ്ഞു. എന്താണ് ജനറലി? ഇപ്പോൾ എന്താ, ഒരു ടെമ്പറേച്ചർ 32 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്നത്തെ ടെമ്പറേച്ചർ. മേ ബി പ്രീവിയസ് ഡേയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടെമ്പറേച്ചറിൽ റിഡക്ഷൻ അല്ലെങ്കിൽ ഇൻക്രീസ് ഉണ്ടാവാൻ കാരണം ഇന്നതാണ് എന്നൊരു റീസൺ നമ്മൾ പറഞ്ഞു. അതേസമയം എന്തുകൊണ്ടാണ് റീസൺ നടന്നത്? നമ്മൾ മൈക്രോസ്കോപ്പിക് ലെവലിൽ വരികയാണെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ട് പറയുകയാണെങ്കിൽ മോളിക്യൂൾസിന് അല്ലെങ്കിൽ എയറിലെ ആറ്റംസിന് അല്ലെങ്കിൽ മോളിക്യൂൾസിന് ഇന്ന ചേഞ്ചസ് വന്നതുകൊണ്ടാണ് ഇന്ന ടെമ്പറേച്ചറിൻ്റെ ലെവൽ ഇന്നത് ആവാൻ കാരണം, അതിൽ ചേഞ്ച് വരാൻ കാരണം എന്നൊക്കെ പറയും. അതാണ് മൈക്രോസ്കോപ്പിക് ലെവൽ. മാക്രോസ്കോപ്പിക് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറലി പറയും കഴിഞ്ഞ ദിവസത്തെക്കാട്ടിലും ഇന്ന് വന്നപ്പോൾ എന്താണ് ഇന്ന കാരണം കൊണ്ട് ഹ്യൂമിഡാണ്, അതുകൊണ്ടാണ് ടെമ്പറേച്ചർ 32 ഡിഗ്രി സെൽഷ്യസ് ആയി, അങ്ങനെയൊക്കെ പറയൂല. അതിനാണ് മൈക്രോസ്കോപ്പിക് ലെവൽ എന്ന് പറയുകയാണെങ്കിൽ വളരെ മൈന്യൂട്ട് ലെവലിൽ പോകും. മോളിക്കുലാർ ലെവലിലാണ് വന്ന ചേഞ്ചസ് കൊണ്ട് ഇന്നതാണ് ചേഞ്ചസ്, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി ആയിരിക്കും. മാക്രോസ്കോപ്പിക് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജനറലൈസ് ചെയ്തേ പറയുന്നുള്ളൂ. ജനറൽ ടു സ്പെസിഫിക് എന്ന് പറയും. ജനറലൈസ് ചെയ്ത് പറയുന്നതാണ് മാക്രോസ്കോപ്പി. മൈക്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയും. നമ്മൾ ഇന്ന കാരണമാണ്, ഇന്നതാണ് റീസൺ എന്നത് പറയുന്ന പോലെ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ക്ലാസ് എടുക്കാം. ഇപ്പം നിങ്ങൾ ഒരു ക്ലാസ്സിൽ 30 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. 30 സ്റ്റുഡൻസ് നമ്മളൊരു ഫിസിക്സ് എക്സാം നടത്തി. അപ്പോൾ എല്ലാ കുട്ടികൾക്കും മാർക്ക് കിട്ടി. അപ്പോൾ ഒരു 25ൽ നമ്മളൊരു എക്സാം നടത്തി. മെജോറിറ്റി എല്ലാ കുട്ടികളും പാസ്സായെന്ന് വിചാരിച്ചോളൂ. 20 എബോവ് മാർക്സ് ഉണ്ടെന്ന് വിചാരിക്കൂ. അപ്പോൾ ആസ് എ ഹോൾ നിങ്ങളുടെ ക്ലാസ്സിൻ്റെ പറ്റി ആ ഫിസിക്സ് എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ കുട്ടികളും പാസ്സായിട്ട് മെജോറിറ്റി സ്റ്റുഡൻസിന് 20 എബോവ് മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ നല്ലൊരു ക്ലാസ് ആവറേജ് ആണ്, നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്ന് പറയാം. പക്ഷേ അതിൽ ഓരോ സിംഗിൾ ഇൻഡിവിജ്വലിനെ അതിനുള്ളിലുള്ള
നിങ്ങൾ ഓരോ സ്റ്റുഡൻസിൻ്റെയും പെർട്ടിക്കുലർ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന സ്റ്റുഡൻറ്റിന് ഇത്ര മാർക്ക് കിട്ടി, ഇന്നതെല്ലാം തെറ്റിച്ചു, അല്ലെങ്കിൽ ഇന്നതിൽ അവർ സ്കോർ ചെയ്തു എന്നത് ഓരോന്നിനെ ഇൻഡിവിജ്വലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ അത് മൈക്രോസ്കോപ്പിക് ലെവലാണ്. പക്ഷേ നിങ്ങളുടെ ക്ലാസ്സിനെ ആസ് എ ഹോൾ എടുത്ത് നമ്മൾ പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്നുള്ളത് നമ്മൾ ഒരു ജനറലൈസ് ചെയ്ത് പറയാം. ആസ് എ ഹോൾ ആ ഒരു ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളെയും കൂടി ചേർത്തിട്ട് നമ്മളൊരു ഗ്രൂപ്പായിട്ട് കമ്പയർ ചെയ്ത് പറയുമ്പോൾ ആ ഒരു ക്ലാസ്സിൻ്റെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അത് മാക്രോസ്കോപ്പിക് ലെവലാണ്. അതിനുള്ള ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അത് മൈക്രോസ്കോപ്പിക് ലെവലാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മൈക്രോസ്കോപ്പിക് ലെവലിലും എന്ത് വരുന്നത് ടൈം വാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏർലിയർ പീപ്പിൾ യൂസ് ടു മെഷർ ടൈം വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൺ ഡയൽസ്, ഷാഡോസ്. അപ്പോൾ പണ്ടൊക്കെ എന്താണ് ടൈമിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സൺ ഡയൽസ് ഒക്കെയാണ്, അല്ലെങ്കിൽ ഷാഡോസ്, നിഴൽ നോക്കിയിട്ട് സമയം. പണ്ടത്തെ ആളുകൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ അല്ല, നമ്മുടെ ഗ്രാൻഡ് പാരൻസിനെ മുമ്പ് വന്ന ഒരു ജനറേഷനൊക്കെ പണ്ട് സൂര്യൻ്റെ സണ്ണിൻ്റെ ചേഞ്ചസ്, പൊസിഷൻ ചേഞ്ചസിനനുസരിച്ച് സമയം പറയും. ഇന്നും അങ്ങനെ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ പറയും. ഇപ്പോൾ ഉച്ചയ്ക്ക് 12 മണിയാണെങ്കിൽ സൂര്യൻ നമ്മുടെ തലയ്ക്ക് നേരെ മുകളിലായിട്ട് വരും. അപ്പോൾ അതിനുശേഷം എന്താ പറയുക, പിന്നെ സമയം നീങ്ങുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ സണ്ണിൻ്റെ പൊസിഷൻ അനുസരിച്ച് ടൈം പറയുമായിരുന്നു പണ്ട്. പിന്നെ നിഴലിനെ നോക്കിയിട്ട് ടൈം പറയാമായിരുന്നു. അതൊക്കെയാണ് ടൈം. അപ്പോൾ ഓരോ എന്താ പറയുക, ഓരോ ജനറേഷൻ മാറുന്നതനുസരിച്ച് ഓരോ കാലഘട്ടത്തിൽ എന്താണ് ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷീനറീസ് യൂസ് ചെയ്ത്, ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ടൈം മെഷർമെൻറ്റ്. ഇന്ന് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയി. എന്താണ് ഇപ്പോൾ ഇന്നത്തെ കേസിൽ സിറ്റുവേഷനിൽ നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമായിട്ട് യൂസ് ചെയ്യുന്നത് CCM അറ്റോമിക് ക്ലോക്ക്സ് യൂസ് ചെയ്തിട്ടാണ്. അത് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിലുള്ള CCM അറ്റോമിക് ക്ലോക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം വരുന്നത്. ഓക്കെ, താങ്ക് യു.